ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്ക് ചൈനയിൽ വൻ തിരിച്ചടിയെന്ന റിപ്പോർട്ട്. ചൈനയിൽ കമ്പനി കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി വിൽപ്പനയിൽ പിന്നോട്ടു പോകുകയാണെന്ന് രാജ്യത്തെ പാസഞ്ചർ കാർ അസോസിയേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഫെബ്രുവരിയിൽ ടെസ്ലയുടെ കയറ്റുമതി മുൻവർഷത്തെ അപേക്ഷിച്ച് 49% ഇടിഞ്ഞ് 30,688 വാഹനങ്ങളായി. കോവിഡ് കാലത്ത് 2022 ജൂലൈയിൽ 28,217 ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം കയറ്റുമതി ചെയ്തതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിമാസ കണക്കാണിതെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയിൽ ടെസ്ലയുടെ വിപണി വിഹിതം 5%-ലും താഴെയാണ്. അതേസമയം ചൈനീസ് വാഹന ഭീമനായ BYDയുടെ വിപണി വിഹിതം 15%-ലേക്ക് നീങ്ങുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ മാസം BYD 3,18,000-ലധികം വാഹനങ്ങൾ വിറ്റു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 161% കൂടുതലാണ്. വിപണിയിൽ ടെസ്ലയുടെ സ്ഥാനം BYD സ്വന്തമാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. ചൈന ഓട്ടോമോട്ടീവ് ടെക്നോളജി ആൻഡ് റിസർച്ച് സെന്റർ തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം വർഷാവസാന ഡേറ്റ പ്രകാരം ആഭ്യന്തര വിപണിയിൽ ടെസ്ലയുടെ വിഹിതം 2.6%. ഇത് 12 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. ജർമ്മനിയിലും ടെസ്ലയ്ക്ക് തിരിച്ചടി നേരിട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൊമാറ്റോ ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ പേരുമാറ്റാൻ ഓഹരി ഉടമകളുടെ അനുമതി. ഇനി മുതൽ എറ്റേണൽ ലിമിറ്റഡ് എന്നാകും കോർപ്പറേറ്റ് സ്ഥാപനം അറിയപ്പെടുക. സൊമാറ്റോ ബ്രാൻഡിനോ ആപ്പിനോ ഇത് ബാധകമാവില്ല. തങ്ങളുടെ ഭക്ഷണ വിതരണ സേവനം ഇതേ പേരിൽ തന്നെ തുടരുമെന്ന് കമ്പനി വ്യക്തമാക്കി. ഭക്ഷണ വിതരണത്തിനപ്പുറത്തേക്ക് കമ്പനി വികസിക്കുന്നതിനാൽ ഈ റീബ്രാൻഡിംഗ് നീക്കം അനിവാര്യമെന്നാണ് വിലയിരുത്തൽ. കമ്പനി ബ്ലിങ്കിറ്റ്, ഹൈപ്പർ പ്യുവർ, ഡിസ്ട്രിക്ട് എന്നിവയുൾപ്പെടെ വിവിധ സംരംഭങ്ങളിലേക്ക് വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച സൊമാറ്റോയുടെ ഡയറക്ടർ ബോർഡ് കോർപ്പറേറ്റ് പേര് മാറ്റത്തിന് അംഗീകാരം നൽകിയിരുന്നു. അതിനുശേഷമാണ് നിർദ്ദേശം ഓഹരി ഉടമകൾക്ക് മുന്നിലെത്തിയത്. ഇനി റെഗുലേറ്ററി അംഗീകാരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കമ്പനി. വിവിധ മേഖലകളിൽ സൊമാറ്റോ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനാൽ ഇത് വളർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇതിന്റെ മാറ്റമായി സൊമാറ്റോ അവരുടെ കോർപ്പറേറ്റ് വെബ്സൈറ്റ് zomato.com-ൽ നിന്ന് eternal.com-ലേക്ക് അപ്ഡേറ്റ് ചെയ്യും. റീബ്രാൻഡിംഗ് സൊമാറ്റോയുടെ വിപണി സാന്നിധ്യം ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. നവീകരണത്തിലും വൈവിധ്യവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൊമാറ്റോ അതിന്റെ മേഖലയിൽ നേതൃസ്ഥാനം നിലനിർത്താനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റഷ്യയിലെ 2 മേഖലകളിൽ ടെലിഗ്രാം ആപ്പിന് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ. തീവ്രവാദികൾ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ ആപ്പ് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാലാണ് നടപടി. തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് തെക്കൻ റഷ്യൻ പ്രദേശങ്ങളായ ഡാഗസ്ഥാൻ, ചെച്നിയ എന്നിവിടങ്ങളിൽ ടെലഗ്രാമിന് നിരോധനം ഏർപ്പെടുത്തിയത്. ശത്രുക്കൾ പലപ്പോഴും ടെലഗ്രാം ഉപയോഗിക്കാറുണ്ടെന്നും മക്കച്കല വിമാനത്താവളത്തിലെ കലാപം ഇതിന് ഉദാഹരണമാണെന്നും ഡാഗസ്ഥാനിലെ ഡിജിറ്റൽ വികസന മന്ത്രി യൂറി ഗംസാറ്റോവ് ചൂണ്ടിക്കാട്ടി. ടെലഗ്രാം മെസഞ്ചറിനെ തടയാനുള്ള തീരുമാനം ഫെഡറൽ തലത്തിലാണ് എടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യയിലെ നിരോധനങ്ങളെക്കുറിച്ച് ടെലഗ്രാം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യൻ വംശജനായ പാവേൽ ദുറോവ് സ്ഥാപിച്ച ഈ മെസഞ്ചർ ആപ്പിന് ഏകദേശം 1 ബില്യൺ ഉപയോക്താക്കളുണ്ട്. റഷ്യ, യുക്രൈൻ, മറ്റ് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ തുടങ്ങിയിടങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുമുണ്ട്. 2018-ൽ ടെലഗ്രാമിനെ തടയാൻ മോസ്കോ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. മുൻപ് ഉപയോക്തൃ ഡാറ്റ കൈമാറാനും റഷ്യ പ്ലാറ്റ്ഫോമിനോട് ആവശ്യപ്പെട്ടിരുന്നു. പ്ലാറ്റ്ഫോമിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിന് ടെലഗ്രാം സ്ഥാപകൻ പാവേൽ ദുറോവിനെ കഴിഞ്ഞ വർഷം ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഉപയോക്തൃ സ്വകാര്യതയെ സംബന്ധിച്ച ടെലഗ്രാമിന്റെ നിലപാട് കാരണം അതിന്റെ സെർവറുകളിൽ എന്ത് സംഭവിച്ചാലും പ്ലാറ്റ്ഫോം ഉത്തരവാദിയാണെന്ന് ഫ്രാൻസ് ആരോപിക്കുന്നു. ആപ്പിലെ സംഘടിത കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഫ്രാൻസിൽ ഔപചാരിക അന്വേഷണം നേരിടുകയാണ് ഇപ്പോൾ പാവേൽ ദുറോവ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UPI ലൈറ്റ് ഫീച്ചർ അവതരിപ്പിക്കാൻ തയ്യാറെടുത്ത വാട്സാപ്പ്. പരീക്ഷണാടിസ്ഥാനത്തിൽ വാട്സാപ്പിന്റെ പുതിയ ബീറ്റ വെർഷനുള്ളവർക്ക് ഈ ഫീച്ചർ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ചെറുകിട ഇടപാടുകൾ പിൻരഹിതമായി ചെയ്യാൻ കഴിയുമെന്നതാണ് UPI ലൈറ്റിന്റെ പ്രത്യേകത. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ ചെറുകിട ഇടപാടുകൾ നടത്താൻ UPI ലൈറ്റ് വഴി സാധിക്കും. NPCIയുടെ UPI സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വാട്സാപ്പ് ഫീച്ചർ പ്രവർത്തിക്കുക. ഇതുവഴി പണം പ്രത്യേക വാലറ്റിലേക്ക് നിക്ഷേപിക്കാനും പിൻവലിക്കാനും സാധിക്കും. ഗൂഗിൾ പേ, ഫോൺപേ, പേടിഎം തുടങ്ങിയ പേയ്മെന്റ്സ് ആപ്പുകളുമായി മത്സരിക്കാൻ തയ്യാറായാണ് വാട്സാപ്പിന്റെ നീക്കം. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഫീച്ചർ വിജയകരമായാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് വാട്സാപ്പിന്റെ പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടിക്ടോക്കിന്റെ വിൽപ്പനയ്ക്ക് നടപടികൾ പുരോഗമിക്കുകയാണെന്ന് US 4 ഗ്രൂപ്പുകളുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ കമ്പനിക്ക് ഉടമസ്ഥാവകാശം കൈമാറാനാണ് നീക്കം.
സുരക്ഷിതമല്ലെന്ന ആശങ്കകളുടെ പേരിൽ നടപടി നേരിടുന്ന സ്ഥാപനമാണ് ടിക്ടോക്ക്. ചൈനീസ് മാതൃകമ്പനി ബൈറ്റ്ഡാൻസിന് ഇത് വിൽക്കാനുള്ള സമയപരിധി ഏപ്രിൽ 5 എന്നത് നീട്ടുകയോ അല്ലെങ്കിൽ US-ൽ നിരോധനം ഏർപ്പെടുത്തുകയോ ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ജനുവരിയിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ടിക്ടോക്കിന് ട്രംപ് 75 ദിവസം കാലാവധി നൽകിയതാണ്. ഈ സമയപരിധി അടുക്കുന്നതിനിടയിലാണ് പരാമർശം. ജനുവരി 19 കോൺഗ്രസ് നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞതോടെ ആപ്പ് ഓഫ്ലൈനായിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതോടെയാണ് ടിക്ടോക്ക് താൽക്കാലികമായി പ്രവർത്തനക്ഷമമായത്. ടിക്ടോക്ക് വിൽപ്പനയ്ക്കുള്ള അവസാന തീയതി വൈകാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചു. ടിക്ടോക്കിനെ പൂർണ്ണമായും നിരോധിക്കാനുള്ള മുൻ സർക്കാരിന്റെ ശ്രമങ്ങളിൽ നിന്നുള്ള ചുവടുമാറ്റമാണ് ട്രംപിന്റെ സമീപനമെന്നാണ് വിലയിരുത്തൽ. ചൈനയുമായി വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സമയപരിധി നീട്ടുന്നതെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.